ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് തമ്മിലൊക്കെ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനെ ഖത്തറിൽ ജോബ് കിട്ടിയിരിക്കണ അൽഹംദുലില്ലാ. അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാമെന്നുള്ളത് പറഞ്ഞിരുന്നു കേട്ടോ. കഴിഞ്ഞ സാറ്റർഡേ ഞാൻ ജോയിൻ ചെയ്ത് 17th. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 ദിവസം അയക്കണേ. അപ്പോൾ ഞാനൊന്ന് സെറ്റ് ആവട്ടെ, എല്ലാം ഒന്ന് നമ്മളിതാവണ്ടേ. ഫസ്റ്റ് ദിവസം കയറിയ പിറ്റേ ദിവസം നമുക്ക് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടുകയെന്ന് പറഞ്ഞാൽ അത്ര ഒരു ഇതല്ലല്ലോ. അപ്പോൾ ഞാനൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ ഏകദേശം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ദിവസം വീഡിയോ ഇടാനൊന്ന് ഡിലേ ആയിട്ട്. പിന്നെ സമയമില്ല, അത് വേറെ കാര്യം. അപ്പോൾ എല്ലാം സെറ്റ് ആയപ്പോൾ 10 ദിവസം ആയാലും ഏകദേശം ഞാൻ പോയി തുടങ്ങിയിട്ട് അങ്ങനെ. അപ്പോൾ ഫസ്റ്റ് ദിവസം പോകണമെന്നൊക്കെ ഭയങ്കര ടെൻഷനും നെർവസ് ആയിരുന്നിട്ട് തലേന്നൊന്നും ഇങ്ങനെ ശരിക്കും ഉറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫസ്റ്റ് ഡേ ആണല്ലോ, എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ മോനെങ്ങനെ വിട്ട് നിന്നിട്ടില്ല. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്കിത് ഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് നിർബന്ധമാണ്. ടെൻഷനൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യണം വേണ്ടതെന്ന് ഇങ്ങനെ കൺഫ്യൂഷനായിരുന്നു. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് പിന്നീട് അത് നമ്മൾ യൂട്യൂബിൽ കിടക്കുമ്പോൾ നമുക്കൊരു മെമ്മറി ആണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എത്ര ടെൻഷനായാലും ഷൂട്ട് ചെയ്ത് കിട്ടാം. അങ്ങനെ രാവിലെ എണീറ്റ് കുളിക്കാനൊക്കെ മടി ഉണ്ടായിരുന്നു, ഇത്രയും തണുപ്പത്ത് വെള്ളത്തിൽ. എന്നാലും കുളിച്ച് റാഹത്തായതാ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോകാൻ നിൽക്കട്ടാ. അപ്പോൾ എണീറ്റപ്പം തന്നെ ഞാൻ നേരത്തെ ഇരുന്ന് 7:45 നമുക്ക് തിന്നാൻ തീരെ പറ്റേണ്ടിയിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരു കാപ്പിയും അങ്ങനെ ബിസ്ക്കറ്റും കഴിച്ചു. ബിസ്ക്കറ്റ് കഴിച്ചിട്ടില്ല, കാപ്പി മാത്രം കുടിച്ചിട്ടാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഉമ്മ വന്നത്. കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല ഉമ്മ വരുന്നതിന് കാരണമുണ്ട്, ഞാൻ പിന്നെ പറയുന്നത്. അപ്പം ടൈം ആവട്ടെ വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ജോബ് എനിക്ക് പെട്ടെന്നാണ് സെറ്റായത്. സെറ്റായപ്പോൾ എന്താ മോന് ചെയ്യാന്നുള്ള കൺഫ്യൂഷനായിരുന്നു ആകെ. കാരണം അവൻ ചെറുതല്ലേ, പിന്നെ അവന് ഫുഡിൻ്റെ കാര്യവും എല്ലാം കൊണ്ടൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ പിന്നെ ഉമ്മനെ കൊണ്ടുപോകാന്നുള്ള പ്ലാനാക്കി. കാരണം ഉമ്മ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവനെല്ലാം കൊണ്ടും ഉമ്മക്കറിയാം. ഫുഡിൻ്റെ കാര്യമായാലും എന്തേലും അവൻ്റെതായാലും എല്ലാം ഉമ്മക്കറിയാം. അപ്പോൾ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സേഫായിട്ടുള്ള സ്ഥലത്ത് അവനെ ഇതാക്കിയിട്ട് പോകണമെന്നുണ്ട് ഫസ്റ്റ്. അതുകൊണ്ടാണ് ഉമ്മ വന്നിട്ട്. കാരണം ഉമ്മാക്കും നല്ല ടെൻഷൻ, ഉമ്മയുടെ മോൻ കണ്ടില്ലേ ഫസ്റ്റ് ഡേ ആണ് പോകണോണ്ടേ. അപ്പോൾ പിന്നെ അവന് ഉമ്മാരുടെ അടുത്താക്കി അവനോട് ഞാൻ ജോലിക്ക് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ മമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഉറങ്ങിയായിരുന്നു. അപ്പോൾ ഞാനൊരു ഉമ്മക്ക് കൊടുത്തിട്ട് അങ്ങനെ ഇറങ്ങിയേക്കേട്ടെ. അപ്പോൾ അവനക്ക് രാവിലെ ഇങ്ങനെ അവന് ഉമ്മ കൊടുത്ത് ഇറങ്ങുമ്പോൾ ഒരു പാവം തോന്നുക. പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരമുള്ളൂ ഞങ്ങൾ കമ്പനി സാറ്റർഡേ ഉച്ചവരെ വർക്കിംഗ് ഉള്ളൂ. അപ്പം പിന്നെ അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ഫസ്റ്റ് ഡേന് അത്ര ഡ്യൂട്ടി ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കസിൻ്റെ കൂടെയിട്ടാണ് പോയത്. കാരണം ഷാമിയാക്കക്ക് കളിയുണ്ട്. അപ്പോൾ പിന്നെ അവനാണ് എന്നെ കൊണ്ടാക്കിയെന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓഫീസിലെത്തി. നമ്മളെ ഓഫീസ് ഇവിടെയാണ്, മുന്തസയിലായിട്ട് ഓഫീസ്. ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അതിൽ എൻ്റെ ജോബ് എന്താ വെച്ചാൽ ഡോക്യുമെൻറ്റ് കൺട്രോളറായിട്ടാണ് ഞാൻ കയറിയേക്കുന്നത്. DC അത് ഓഫീസ് കാര്യങ്ങളും വർക്കുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ മുമ്പ് അക്കൗണ്ടൻ്റ് ആയിട്ടാണല്ലോ വർക്ക് ചെയ്തതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അക്കൗണ്ടിൽ നിന്ന് ഈ ഡോക്യുമെൻറ്റ് കൺട്രോളിലേക്ക് വരുമ്പോൾ എന്താണ് വർക്ക്, എന്താണ് കാര്യങ്ങളെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് പോകുമ്പോൾ അതിൻ്റേതായ ടെൻഷനും എല്ലാം കൊണ്ടൊക്കെ ഭയങ്കര ഫസ്റ്റ് ഡേയ്സ് ഞാൻ എന്താ പറയുക ഭയങ്കര ടെൻഷനിലായിരുന്നു. പിന്നെ അവിടെ പോയി കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കൂളായി. പിന്നെ ഫസ്റ്റ് അവരൊക്കെ ചെയ്യാനായിട്ടപ്പോൾ ആകെ കൺഫ്യൂഷൻ, നമുക്കൊന്നും അറിയണില്ലല്ലോ ആകെ. ഇപ്പോൾ എന്താ ചെയ്യുക. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ നമുക്ക് ഫസ്റ്റ് ടൈം എല്ലാം പഠിച്ചെടുക്കുക, അറിയാത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ പോസിബിളായിട്ടുള്ള കാര്യം. ഏതൊരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാലും ഒരു 3-4 ഡേയ്സ് നമുക്ക് ട്രാക്കിലേക്ക് എത്തണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കി ബേസിക്കായുള്ള കാര്യങ്ങളൊക്കെ ഒരു ബുക്കിൽ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ചെയ്യണ ടൈമിൽ അത്ര കൺഫ്യൂഷൻ വരില്ലല്ലോ, അത് നമുക്ക് യൂസ്ഫുൾ ആവുമല്ലോ. പിന്നെ എനിക്കിഷ്ടമാണ്. മുമ്പേ ഞാൻ ഇതുപോലെ അങ്ങനെ ബുക്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കും. ബുക്കിലാകുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പിന്നീട് അത് നോക്കി റെഫറൻസിന് വേണ്ടി വെക്കാം. ഈ ഫോണിൽ നോട്ട് ചെയ്ത് വെക്കുന്നത് അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമൊക്കെ തോന്നില്ല, പക്ഷേ അതങ്ങനെ ഇതാക്കണ്ടേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇപ്പം ഇല്ലാണ്ട് വർക്കൊന്നും അസൈൻ ചെയ്തില്ല. എനിക്ക് PC അങ്ങനെ വർക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അവിടെയുള്ള ഇത് ചോദിച്ചിട്ട് നമ്മൾ ഒരു നോട്ട് ചെയ്ത് അങ്ങനെ ക്ലിയർ ആയിട്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ജോബ് കിട്ടി. ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഓഫർ ലെറ്ററൊക്കെ സൈൻ ചെയ്ത് അൽഹംദുലില്ലാ. ഇപ്പോൾ അതൊരു 10 ദിവസം അയക്കണം. ഇപ്പോൾ റാഹത്തായിട്ട് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ സ്മൂത്തായിട്ട് ജോബൊക്കെ ചെയ്ത് സെറ്റായി പോകുന്നുണ്ട്. പിന്നെ ഓരോ കാര്യങ്ങളും ഞാൻ വഴിയെ പഠിക്കുമ്പോൾ ആദ്യം 2-3 ദിവസം അതിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടാവും, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഫസ്റ്റ് ദിവസം തന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേഗം വീട്ടിലേക്ക് എത്താൻ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ ഐബുവിൻ്റെ ഹാപ്പിനെസ് പാവം നല്ല ഹാപ്പി ആയിരുന്നു പെട്ടെന്ന് എടുത്തപ്പോൾ. എവിടെ ഇരുന്ന് പൊന്നി, എവിടെ ഇരുന്ന്
എത്തിയപ്പോഴേ മൂപ്പുകൾ ഭയങ്കര ഹാപ്പി കുറുക്ക് വെച്ചിട്ട് 5-6 മണിക്കൂർ കാണാണ്ടിന്ന് കണ്ടപ്പോഴേ പിന്നെ ടോയ്സ് കാണിച്ചാൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാ. ഇതൊക്കെ എന്താ പറഞ്ഞത്? ഗുഡ് ഗുഡ്. എന്താ തിന്നെ? പിന്നെന്താ തിന്നെ? ജ്യൂസാ? മമ്മ ചോദിച്ചാ? എപ്പ ചോദിച്ച്? എപ്പ ചോദിച്ചേ? അതോ മമ്മ ജോലിക്ക് പോയിനി. ആന്റി ആന്റി മമ്മ അപ്പി തിന്നാന്ന് ഞാൻ വന്നതിന് ശേഷം ഫുള്ള് അവൻ്റെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടും ഓരോന്ന് കാണിച്ചിട്ടും ഭയങ്കര കുറേ നേരം കാണാണ്ടിരുന്നതിൻ്റെ ഒരു പൊലിവും എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷമായിട്ടാണ്. നമ്മളിങ്ങനെ മാറി നിൽക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങേറ് പറയില്ലേ, ഒരു 4-5 മണിക്കൂറായാലും ഒരു ഇടങ്ങേറുണ്ടെന്ന് അവനെ കാണാണ്ട്. അങ്ങനെ പിന്നെ അന്ന് അവനായിട്ട് കളിച്ചിട്ട് ഞാൻ അങ്ങനെ കിടന്നിട്ട് പിന്നെ അന്ന് വല്ലാണ്ടൊന്നും ഷൂട്ട് ചെയ്യാനൊക്കെ തോന്നിയില്ല. പിന്നെ ഒരു കുറച്ച് ടെൻഷനും കാര്യങ്ങളും പിന്നെ അതിൻ്റേതായ ഒരു കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ പിറ്റേ ദിവസത്തും കൂടി നെക്സ്റ്റ് ഡേത്തും കൂടി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ രാവിലെ ഏകദേശം ഞങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതൊരു 8-8:30 അതിൻ്റെ ഇടയിലാട്ടോ. എന്നിട്ട് പിന്നെ ഒരു 5:30 ഒക്കെ വരെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ നമുക്ക് ലഞ്ച് ബ്രേക്ക് ഒരു 1 hour ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടാണ് ജോബ് പോണത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഡേ, ഫസ്റ്റത്തെ ഫുൾ ഡേ ആട്ടോ. അപ്പോൾ ഞാൻ ലെൻസൊക്കെ വെച്ചിട്ടാണ്, അതാണ് ഏറ്റവും വിറ്റ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ ലെൻസൊക്കെ വെച്ചിട്ട് പോയത്. കാരണം നമ്മൾ കുറച്ച് നല്ല ഒരുങ്ങിയിട്ട് ലെൻസൊക്കെ വെച്ച് പോകാമെന്നുള്ളതിൽ അങ്ങനെ ലെൻസൊക്കെ വെച്ചിട്ട് നല്ലതിൽ. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനത്തെ വർക്കിനൊക്കെ പോകുമ്പോൾ ഓഫീസ് വെയർ പോലത്തെ ഡ്രസ്സുകൾ വേണമല്ലോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറേ തപ്പി നോക്കി, ഒന്നും അങ്ങനെ അങ്ങനത്തെ പോലത്തെ പാൻറ്റും ഇതൊന്നും കിട്ടിയില്ല. കാരണം എൻ്റെ സൈസിന് പറ്റിയില്ല. പിന്നെ ഇവിടെ മേടിച്ച് ഓൾട്ടർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ അമ്മി വരുമ്പോൾ കൊണ്ടുവരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഓഫീസ് വെയർ മാത്രം ഇടാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് പോയി നോക്കുമ്പോൾ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തോന്നുന്നുണ്ട് എല്ലാവരും കുറച്ച് കട്ടിയുള്ള ടൈപ്പ് ഹുഡീസ് ആയാലും അങ്ങനത്തെ ഗൗൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ തണവല്ലേ, നമുക്ക് ഇങ്ങനത്തെ ഓഫീസ് വെയർ മാത്രം ഇട്ട് കഴിഞ്ഞാൽ തണുപ്പിൻ്റെ അത് ഇതാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാനും അങ്ങനെ ഇപ്പോൾ തണുപ്പിൻ്റെ ഒക്കെ ഇരുന്നത് ഇത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഓഫീസ് വെയർ ആണോ പക്ക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ ക്ലിയർ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അതാ രാവിലെ ഞാൻ അങ്ങനെ ഒരുങ്ങണേ. മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ രാവിലെ നേരത്തെ ആയതുകൊണ്ട് ഒന്നും അവിടെ കഴിക്കാൻ പറ്റണില്ല. പിന്നെ ഉമ്മ ഗ്യാസ് കയറണ്ടെന്നുള്ളതിൽ ഉമ്മ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നിൽക്കണേ. പക്ഷെ എന്താണൊക്കെ കുറച്ച് കഴിക്കുമ്പോഴത്തേനേ കാരണം നമ്മൾ ഇത്രയും അത്ര രാവിലെ എണീറ്റ് ഫുഡ് കഴിക്കുന്ന ശീലമല്ലല്ലോ. ഞാൻ ഇപ്പോൾ 8:30 കഴിച്ചാൽ ഞാൻ ചിലപ്പോൾ ഫുഡ് കഴിക്കുക 10 ആവും. അപ്പോൾ പിന്നെ ആ ഒരു ഇതില്ലാത്തതുകൊണ്ട് കഴിക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറുണ്ടായിരുന്നു. പിന്നെ ഉമ്മ ടിഫിൻ അങ്ങനെ പാക്ക് ചെയ്ത് തന്നിട്ട് പൊതുവേ ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോഴായാലും എനിക്ക് ഉച്ചക്ക് ഈ ചോറ് അവിടെ കൊണ്ടുപോയിട്ട് തിന്നേണ്ട പരിപാടി എനിക്ക് തീരെ പറ്റില്ല. എനിക്ക് ഉച്ചക്ക് ചോറ് തിന്നാനാണ് ഇഷ്ടം കൂടുതൽ. പക്ഷേ ഇങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോൾ ചോറ് കൊണ്ടുപോയിട്ട് അവിടെ കയ്യിൽ അങ്ങനെയൊക്കെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനത്തെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് പോലത്തെ കൊണ്ടുപോകും. അപ്പോൾ ഉമ്മ നല്ല ചപ്പാത്തി റോളൊക്കെ ആക്കി എന്നിട്ട് ഞാൻ അയ്ബൂന്ന് ഉമ്മക്ക് കൊടുത്ത്. എനിക്ക് ഇന്ന് ഭയങ്കര സങ്കടം ഉണ്ടെന്ന് പോകുമ്പോൾ ഫസ്റ്റ് ദിവസത്തിനായിട്ട്. കാരണം ഇന്ന് കുറേ നേരം ഉണ്ട്. ഇന്ന് ഏകദേശം 5:30 വരെ ഞാൻ 5:45 ഒക്കെ ആവിലെത്തുമ്പോൾ. അപ്പോൾ പിന്നെ ഭയങ്കര സങ്കടം. ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ പാൻറ്റ് നമ്മൾ ഇവിടെ നിന്ന് ലോട്ടി നിർത്താട്ടോ. ഇതെനിക്ക് ഇഷ്ടമായി. ഫസ്റ്റ് ദിവസത്തെ ഔട്ട്ഫിറ്റിനായിട്ടും ഇതെനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിരിക്കണം. അങ്ങനെ ഇന്ന് പിന്നെ ഷാമയൊക്കെ എന്നെ ആക്കി എന്നിട്ട് മോർണിംഗ് മൂപ്പികൾ അങ്ങനെ ഓഫീസിൽ പോണ സമയത്ത് എന്നെ പെട്ടെന്നൊന്ന് ആക്കിയിട്ട് പോകാൻ വിചാരിച്ചു. കാരണം വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ പിന്നെ വൈകിട്ട് മുതൽ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ അവൈലബിളായി കിട്ടി. മോർണിംഗും വൈകിട്ടും ട്രാൻസ്പോർട്ടേഷൻ. മുന്തസേക്ക് നമ്മളവിടുന്ന് ഏകദേശം 10 to 15 ആ റേഞ്ചിലല്ലേ ഉള്ളൂ. പക്ഷേ അവിടെ ട്രാഫിക്കുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ എത്ര സിഗ്നലാണ് നിൽക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്നല്ലാണ്ട് പോയി വരുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ല. എന്താ സെക്കൻഡ് ഡേ പോയപ്പോൾ പിന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല കേട്ടോ. അവരെനിക്ക് PC അസൈൻ ചെയ്ത് തന്നു. പിന്നെ വർക്ക് എന്താണെന്നുള്ള കാര്യങ്ങളും അതങ്ങനെ പറഞ്ഞു തന്നൊക്കെ ചെയ്ത്. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ 2-3 വർക്ക് ചെയ്ത് ഓരോട് ചോദിച്ചിട്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അന്ന് തന്നെ
വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ അന്ന് ചെന്നുമ്പോൾ കണ്ട ഒട്ടുമിക്ക ആരും അങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് സെക്കൻഡ് ഡേ ഒക്കെ നമ്മളങ്ങനെ ലേറ്റായി പോകാൻ പാടില്ലല്ലോ. നമ്മൾ കറക്റ്റ് ഞാനൊരു 8 ഒക്കെ ആകുമ്പോൾ തന്നെ കറക്റ്റ് എത്തിയേക്കണം. എനിക്ക് ഫേസും കാര്യങ്ങളൊന്നും അപ്പോൾ ഒന്നും ആയിട്ട് ഇപ്പോൾ ആയിട്ട് ഇപ്പോൾ 10 days ആയില്ലോ ഫേസും കാര്യങ്ങളും എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് ഡേ വർക്ക് ഏകദേശമൊക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. അപ്പോൾ അങ്ങനെ 2-3 ദിവസം ട്രാക്കിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് ചെയ്യാനും മനസ്സിലാക്കാനും, കാരണം നമ്മൾ ഫീൽഡ് ഡിഫറെൻ്റ് ആയതുകൊണ്ടുള്ളത്. പിന്നെ ഇപ്പോൾ അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതാണുള്ളൊരു വലിയ കാര്യങ്ങളോട് പറയാനുണ്ടായിരുന്നത്. ഇപ്പോൾ അത് പറഞ്ഞ് അങ്ങനെ ആയിട്ട് അപ്പോൾ ഉമ്മ വന്നുകൊണ്ട് തന്നെ ഭയങ്കര സുഖമുണ്ട് കേട്ടോ. സുഖം എന്ന് മാത്രമല്ല, എനിക്ക് രാവിലെ പോകുമ്പോൾ ആ ഒരു ടെൻഷനില്ല, ലൈവ് എന്താവും, അവൻ എന്നെ ചോദിച്ചിട്ട് കരയോ ഇല്ലെങ്കിൽ അവൻ്റെ ഫുഡിൻ്റെ കാര്യം എന്താവും, ഇല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യം എന്താവും, നമുക്ക് കുക്ക് ചെയ്യേണ്ടി വന്നിട്ട് ഇനി കുക്ക് ചെയ്യാൻ നേരം ഉണ്ടാവും, അങ്ങനത്തെ യാതൊരു വക കൺഫ്യൂഷനും കാര്യങ്ങളേ ഇല്ല. കാരണം പോകുമ്പോൾ തന്നെ അറിയാം ഉമ്മയുടെ അടുത്താകുമ്പോൾ അവനക്ക് യാതൊരു വക പ്രശ്നം ഇനി ചോദിക്കണ പോലില്ല എന്ന് പറഞ്ഞത്. പിന്നെ ഫുഡിൻ്റെ കാര്യമായാലും ഉമ്മ കൊടുക്കുമ്പോൾ അവൻ കുഴപ്പമില്ലാണ്ട് കഴിക്കും. പിന്നെ ഉറക്കാനല്ല എല്ലാതും അവൻ്റെ മൂഡ് പറയും എല്ലാതും ഉമ്മക്കറിയാം. പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യമായാലും ഇപ്പോൾ ഏകദേശം ഉമ്മ ഉണ്ടാക്കണോണ്ട് എല്ലാം കൊണ്ടും റാഹത്താണ്. ഇപ്പോൾ പോകുമ്പോൾ മനസ്സിനൊരു ആശ്വാസമായിട്ടാണ് ഇപ്പോൾ പോണത്. വർക്കിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ ബ്രേക്ക് ഒരു 1 hour ഉണ്ട് പറഞ്ഞില്ലേ. ഞാനങ്ങനെ ചപ്പാത്തി റോളൊക്കെ ബ്രേക്ക് ടൈമിൽ നമുക്ക് അസൈൻ ചെയ്ത പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ഒരു ഇടങ്ങേറുണ്ട്. ഗേൾസ് അധികം ഇല്ല നമ്മൾ ഓഫീസിൽ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു ഭയങ്കര ഇതാണ്. വീട്ടിലാകുമ്പോൾ നമ്മൾ TV ഒക്കെ കണ്ട് അങ്ങനെ കഴിക്കുക. ഇവിടെ ആകുമ്പോഴേക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ആൾക്കാർ വേണേ. പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ബോറ്. അപ്പോൾ പിന്നെ അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കമ്പനി പോകണമല്ലോ വിചാരിച്ചാൽ അങ്ങനെ ചപ്പാത്തി റോൾ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ അങ്ങനെ കാര്യമായിട്ടേ ബ്രെഡൊന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഉച്ചയാകുമ്പോഴത്തേനും ഇങ്ങനെ ഗ്യാസ് കയറുന്ന പോലെ ഇങ്ങനെ തോന്നുക. പിന്നെ ഇനി കോഫി ഉണ്ട്, ഇവിടെ കോഫിയും ടീ ഒക്കെ ഉണ്ട് നമ്മൾ ഓഫീസിൽ. അപ്പോൾ പിന്നെ ഫസ്റ്റ് 2 days 3 days ഞാൻ എടുത്തില്ല. ഞാൻ അതൊക്കെ കുടിച്ചൊക്കെ സെറ്റ് ആവണം. അപ്പോൾ പിന്നെ അങ്ങനെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ തോന്നില്ല. വേഗം എത്താൻ മുട്ടിയിട്ട് കുറേ നേരം അവനെ കാണാണ്ടിരുന്നിട്ടേ. ഹലോ മമ്മ വന്നു. മോനെ ഹായ് വനെ ഹാപ്പി ആയി മമ്മ വന്നപ്പോ. അപ്പോൾ ഇന്ന് കുറേ നേരം ഉണ്ടായിരുന്നതുകൊണ്ട് ഏകദേശം 5:30 വരെ 8 മണിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ പോണ സമയത്ത് അവൻ ഉറങ്ങിയിരുന്നേ. എന്നാലും എനിക്ക് കുറേ നേരം ഉള്ളതുകൊണ്ട് ഇന്ന് ഭയങ്കര കിടങ്ങറ് തോന്നിയിട്ട് അവനെ കാണാണ്ട്. ഫസ്റ്റ് ടൈമിൽ ഇത്രയും നേരം അവനെ കാണാണ്ട് ഇരിക്കണത്. നമ്മളന്ന് മാൽദീവ്സിൽ പോയപ്പോൾ ഇരുന്നേന്ന്. എന്നാലും ഇപ്പോൾ ഗൾഫിൽ വന്നതിന് ശേഷം ഞാൻ അവനോട് കുറച്ചും കൂടി അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ഭയങ്കര ഒരുമാതിരി മനസ്സിന് ബുദ്ധിമുട്ട്. വേഗം എത്തണേ തിരിച്ചെത്തിക്കഴിഞ്ഞതും എന്താ പറയുക, അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു മനസ്സിന് ഭയങ്കര ആശ്വാസം എന്നുള്ളൊരു ഫീലായിരുന്നു. പിന്നെ ഉമ്മ കട്ട്ലേറ്റൊക്കെ നമുക്ക് തിന്നു. ഗുഡ് ഗുഡ് ഗുഡ്. അങ്ങനെ കുറച്ച് നേരം അവനൊക്കെ ആയിട്ട് കളിച്ചിരുന്ന് നല്ല കട്ട്ലേറ്റൊക്കെ തിന്ന്. പിന്നെ ഫുഡ് വരുമ്പോൾ തന്നെ ആരും ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സമാധാനമാണല്ലോ. പിന്നെ ഭയങ്കര ടയേർഡ്, ലോങ് ഡേ ആയിരുന്നില്ലേ. പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കലെല്ലാം കൊണ്ടും ഭയങ്കര ടയേർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാൻ. ബൈ.